മോമോണ്ണി വളപുരം. മാതാവും പിതാവും ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരണപ്പെട്ടാൽ ആ മകൻ്റെ മകന് ഇസ്ലാമിൽ സ്വത്തവകാശമുണ്ടോ എന്നാണ് ചോദ്യം. ഉദാഹരണത്തിന്, മകൻ വിദേശത്ത് പോയി ഒരുപാട് സമ്പാദിച്ച് താഴ്ന്ന ഒരു കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഓർഫനേജിൽ നിന്നും കല്യാണം കഴിച്ചാൽ അതിൽ നിന്നും അദ്ദേഹത്തിന് കുട്ടികളും ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമപ്രകാരം അവർക്ക് മുതലില്ലെങ്കിൽ അവർ വഴിയാധാരമായി പോവില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. സുഹൃത്തിൻ്റെ ചോദ്യം അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. വളരെ നിഷ്കൃഷ്ടമായി മനസ്സിലാക്കേണ്ട, കുറേ കൂടി കൃത്യമായി ബോർഡും കടലാസും എല്ലാം ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അനന്തരാവകാശ നിയമങ്ങൾ. അവിടെ സുഹൃത്തിൻ്റെ സംശയം, ഇസ്ലാമിൽ പൗത്രന് സ്വത്തവകാശം ഉണ്ടോ, ഇല്ലെങ്കിൽ പൗത്രന്മാരെ വഴിയാധാരാകൂലേ? അദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണം, അയാൾ ഗൾഫിലെല്ലാം പോയി ഒരുപാട് സമ്പാദിച്ചു, അയാൾ അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ മക്കൾ വഴിയാധാരാവില്ല എന്നാണ്. ഇസ്ലാമിൽ അങ്ങനെ ആവില്ല ഏതായാലും. കാരണം അയാൾ സമ്പാദിച്ച സ്വത്തിന് മക്കൾക്ക് അവകാശമുണ്ട്, അയാളുടെ സ്വത്തിന് മക്കൾക്ക് അവകാശമുണ്ട്. ഇയാൾ സമ്പാദിക്കുന്ന സ്വത്ത് അയാളുടെ സ്വത്താണ്, അയാളുടെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയോ സ്വത്തല്ല, അയാൾ സമ്പാദിക്കുന്ന സ്വത്ത് അയാളുടെ സ്വത്താണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് അതിന് അവകാശമുണ്ട്, സംശയമൊന്നുമില്ല. എന്നാൽ പൗത്രന്മാർക്ക്, എന്നാൽ ഇയാൾ സമ്പാദിക്കുന്ന സ്വത്തെല്ലാം വാപ്പാൻ്റെ പേരിലാണ് സ്വത്ത് വാങ്ങിയിട്ടതെങ്കിൽ അതിന് ഇസ്ലാമിൽ നിർവാഹമൊന്നുമില്ല. ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ അയാൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ച എന്താണ്, അയാളുടെ സ്വത്ത് അയാളുടേതാണ് എന്നും അയാളുടെ പേരിലാണ് സ്വത്ത് സമ്പാദിക്കേണ്ടതെന്നാണ്. അല്ല വാപ്പാൻ്റെ പേരിലല്ല സ്വത്ത് സമ്പാദിക്കേണ്ടത്, സംശയമൊന്നും വേണ്ടതിൽ അവിടെ. എന്നാൽ വാപ്പാനെ സംരക്ഷിക്കേണ്ടത് അയാളുടെ ബാധ്യതയാണ് താൻ, അത് മറ്റൊരു വശമാണ്. അതേസമയം അയാൾ സമ്പാദിക്കേണ്ട സ്വത്ത് അയാളുടെ പേരിലാണ്. അയാളുടെ സ്വത്തിന് അയാൾ മരണപ്പെടുമ്പോൾ വാപ്പാക്ക് അവകാശമുണ്ട്, മക്കൾക്കും അവകാശമുണ്ട്, ആ ഭാര്യക്ക് അവകാശമുണ്ട്, അങ്ങനെ അവകാശങ്ങളെല്ലാം നൽകപ്പെടും ചെയ്യും. അതുകൊണ്ട് ഒരാൾ സ്വത്ത് സമ്പാദിക്കേണ്ടത് അയാളുടെ പേരിലാണ്. അയാളുടെ സ്വത്തിന് അയാൾ മരണപ്പെടുമ്പോൾ മാത്രം, അതും നമ്മൾ മനസ്സിലാക്കണം, ഒരാളുടെ സ്വത്തിന് അയാളുടെ മരണത്തിന് ശേഷമല്ലാതെ മറ്റാർക്കും യാതൊരു അവകാശവുമില്ല. ഇവിടെ ഇസ്ലാമിലെ സ്വത്തവകാശം കൃത്യമായ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ആ നിയമങ്ങളുടെ അടിത്തറ വളരെ നിഷ്കൃഷ്ടമായ നിയമസംഹിതകളാൽ ബന്ധിതമാക്കപ്പെട്ടിട്ടുണ്ട്. ആ നിയമസംഹിതകൾ മാനവികതയ്ക്കെതിരാണ് എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കാത്ത വിധത്തിൽ വളരെ കൃത്യമാണ്. പക്ഷേ ചിലപ്പോൾ ഇതേപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. ആ അവസരങ്ങളിൽ ഇസ്ലാം അതിൻ്റേതായ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ പരിഹരിക്കാൻ ഇസ്ലാം അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിയമം മാത്രം ഉപയോഗിച്ച് നടപ്പാക്കുക സാധ്യമല്ല. നിയമത്തിൻ്റെ മാത്രം കർക്കശമായ സ്വഭാവം, നിയമത്തിന് അതിൻ്റേതായ ഒരു സ്വഭാവമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. നിയമത്തിൻ്റെ രംഗത്ത് 100% കാരുണ്യത്തിൽ അധിഷ്ഠിതാകൂല നിയമം. ഏതെങ്കിലും നിയമം കാരുണ്യത്തിൽ 100% അധിഷ്ഠിതാകുമോ? ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക, ഒരു വാപ്പാക്ക് 3 മക്കളുണ്ട്, ഒരു ബിസിനസ്സുകാരനാണ് പിതാവ്. അയാൾക്ക് 3 മക്കളുണ്ട്. മൂത്ത മകൻ ഈ പിതാവിനോടൊപ്പം ബിസിനസ് പഠിച്ചു, പിതാവിൻ്റെ കൂടെ നിന്ന് ബിസിനസ് ചെയ്തു. അങ്ങനെ ബിസിനസ് ഉയർന്ന് അങ്ങനെ ആ പിതാവിൽ നിന്ന് പിതാവിനോടൊപ്പം തന്നെ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോയി. അവസാനം അയാൾ ആ പിതാവിൻ്റെ ബിസിനസ്സിൽ നിന്ന് മാറി വേറെ ബിസിനസ് തുടങ്ങി. അങ്ങനെ അയാളുടെ ബിസിനസ് ഇപ്പോൾ പിതാവിൻ്റെ ബിസിനസ്സിനേക്കാൾ ഉയർന്ന ബിസിനസ്സായി ഇങ്ങനെ പോകുന്നുണ്ട്. രണ്ടാമത്തെ മകൻ അയാൾ പാപ്പാൻ്റെ സ്വത്ത് ഉപയോഗിച്ച് പഠിച്ചു, വലുതായി. അവസാനം അദ്ദേഹം ഒരു ഡോക്ടറായി, നല്ല വരുമാനമുള്ള ഒരു ഡോക്ടർ. അയാൾ പിതാവിൻ്റെ സ്വത്തിൽ നിന്നാണ് പഠിച്ചത്. അയാളിപ്പോൾ നല്ല വരുമാനമുള്ളൊരു ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മകൻ അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വാപ്പ മരണപ്പെട്ടത്. ഈ സമയത്താണ്. ഇതിൽ കാരുണ്യം എന്താണ്? സ്വത്ത് 3 പേർക്കും ഒരേപോലെ വിതരണം ചെയ്യണമെന്ന് നമ്മൾ കാരുണ്യം പറയണില്ല. നമ്മൾ എന്താണ് അവിടെ നമ്മൾ പറയും, വാപ്പാന്റെ സ്വത്തിൽ നിന്ന് സ്വത്തുണ്ടാക്കിയ ആളാണ് മൂത്ത മോൻ. സാധു ഇളയ മോനക്ക് എന്താണ്, അയാൾക്ക് ഒന്നും ഉണ്ടായിട്ടില്ല, അതിനു മുമ്പാണ് വാപ്പ മരിച്ചു പോയത്. അപ്പൊ നമ്മുടെ കാരുണ്യം പറയുന്നത് എന്താണ്, ഇളയ മോനക്ക് കൂടുതൽ സ്വത്ത് കൊടുക്കണം എന്നാണ്. പക്ഷേ നിയമത്തിന് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ സാധ്യമല്ല.
നിയമത്തിന് നിയമത്തിൻ്റെതായ രീതിശാസ്ത്രമുണ്ട്, നിയമത്തിന് നിയമത്തിൻ്റെതായ രീതിയുണ്ട്. ആ രീതിയിൽ മാത്രമേ നിയമത്തിന് പോകാൻ പറ്റൂ. ഇപ്പോൾ ചില മക്കള് അംഗവൈകല്യമുള്ള ആളുകളാകും. അംഗവൈകല്യമുള്ള ആളുകൾക്ക് കൂടുതൽ സ്വത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നിയമം ഉണ്ടാക്കാൻ പറ്റൂല. നിയമത്തിന് നിയമത്തിൻ്റെ രീതിയുണ്ട്, അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. എന്നാൽ നിയമത്തിൻ്റെതല്ലാത്ത രീതികൾ ഉപയോഗിച്ച് ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും. ഇസ്ലാം പൗത്രന്റെ സ്വത്തവകാശത്തിന്റെ വിഷയം ഈ രീതിയിലാണ് നോക്കിക്കാണുന്നത്. എന്താണ് പൗത്രന്റെ സ്വത്തവകാശത്തിന്റെ പ്രശ്നം? ഇസ്ലാമിൽ അവകാശി, നേരിട്ടുള്ള അവകാശിയുണ്ട്, ആ അവകാശി ഇല്ലെങ്കിൽ അവകാശികളാകുന്ന ആളുകളുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ സ്വത്തിൽ ഞാൻ മരണപ്പെടുന്ന സമയത്ത് എൻ്റെ മകന് അവകാശമുണ്ട്. എൻ്റെ മകൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ എൻ്റെ പൗത്രന് അവകാശമുണ്ട്. ഇതാണ് ഇസ്ലാമിലെ നിയമം. എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പൗത്രന് അവകാശമല്ല എൻ്റെ സ്വത്തിൽ. എൻ്റെ സ്വത്തിൽ എൻ്റെ മകൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രമേ പൗത്രന് അവകാശമുള്ളൂ. എൻ്റെ മകൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പൗത്രന് അവകാശമുണ്ട്. അതേസമയം എനിക്ക് 3 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഒരു മകൻ ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. ആ മകൻ്റെ മക്കൾ പൗത്രന്മാരാണ്. 2 മക്കൾ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഞാൻ മരണപ്പെടുകയാണെങ്കിൽ നിയമപ്രകാരം ഈ മരിച്ച മകൻ്റെ മക്കൾക്ക് സ്വത്തിന് അവകാശം ഉണ്ടാവുകയില്ല. കാരണം എൻ്റെ സ്വത്തിന് നേരിട്ടുള്ള അവകാശമുള്ള 2 പുത്രന്മാർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് കൊണ്ട്. ഇത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെയാണ് ഈ പൗത്രന്മാർക്ക് അവകാശം നൽകുക എന്നാണ്. പൗത്രന്മാർക്ക് അവകാശം നൽകണമെങ്കിൽ നിയമത്തിൻ്റെതായ രീതിശാസ്ത്രം ഉപയോഗിച്ച് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താണത്? എൻ്റെ പുത്രൻ ജീവിച്ചിരുന്നിരുന്നു എന്ന് സങ്കല്പിക്കുക. ഞാൻ മരണപ്പെടുന്ന സമയത്ത് എൻ്റെ മരിച്ചുപോയ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിച്ചിട്ട് അവന് കൊടുക്കേണ്ട സ്വത്ത് ഞാൻ നീക്കിവെക്കുക. ആ സ്വത്ത് എൻ്റെ പൗത്രന്മാർക്ക് കൊടുക്കുക. ഇത് മാത്രമേ നിർവാഹമുള്ളൂ. ഇതിന് പ്രാതിനിധ്യ തത്വം എന്ന് പറയും. അഥവാ എൻ്റെ മകൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഞാൻ മരണപ്പെടുന്ന സമയത്ത്, അപ്പോൾ എൻ്റെ മകൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ആൺകുട്ടികൾക്ക് എത്ര സ്വത്ത് കിട്ടുമോ ആ സ്വത്ത് എൻ്റെ മകൻ്റെ സ്വത്തായി ഞാൻ നീക്കിവെക്കുക. എൻ്റെ മകൻ്റെ ആ സ്വത്ത് എന്ത് കൊടുക്കുക? പൗത്രന്മാർക്ക് കൊടുക്കുക. ഇതാണ് മാർഗം. പ്രാതിനിധ്യ തത്വം ഒരു സ്ഥലത്ത് പ്രായോഗികമാകുമ്പോൾ എല്ലാ സ്ഥലത്തും പ്രായോഗികമാകേണ്ടി വരും. പുത്രന്റെ വിഷയത്തിൽ മാത്രമായി ഒരു പ്രാതിനിധ്യ തത്വം ഉണ്ടാക്കാൻ പറ്റില്ല. നിയമത്തിന് നിയമത്തിൻ്റെതായ രീതിശാസ്ത്രമുണ്ട്. ഞാൻ പറഞ്ഞു, പ്രാതിനിധ്യ തത്വം പൗത്രന്റെ കാര്യത്തിൽ പ്രായോഗികമാണെങ്കിൽ എല്ലാ സ്വത്തവകാശികളുടെ കാര്യത്തിലും പ്രായോഗികമാകേണ്ടി വരും. ഉദാഹരണത്തിന്, എനിക്ക് ഒരു ഭാര്യയുണ്ടായിരുന്നു. ആ ഭാര്യ മരണപ്പെട്ടു പോയി. എന്നോ മരണപ്പെട്ടു പോയി. ഇപ്പോൾ ഞാൻ മരിക്കുന്ന സമയത്ത് പ്രാതിനിധ്യ തത്വം ഇവിടെ ഉണ്ട് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ഭാര്യ ജീവിച്ചിരുന്നെങ്കിൽ എത്ര സ്വത്ത് അവൾക്കുണ്ടാകുമായിരുന്നോ ആ സ്വത്ത് നീക്കി വെച്ചിട്ട് അവളും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൾ മരണപ്പെടുന്ന സമയത്ത് അവളുടെ സ്വത്തിന് ആരൊക്കെ അവകാശിയാകുമോ അവർക്ക് മുഴുവൻ ഈ സ്വത്ത് കൊടുക്കേണ്ടി വരും. ഇതേപോലെ തന്നെ എൻ്റെ പിതാവിന് എൻ്റെ സ്വത്തിൽ അവകാശമുണ്ട്. അപ്പോൾ ഞാൻ പ്രാതിനിധ്യ തത്വം അനുസരിച്ചായി വരുമ്പോൾ എന്ത് വരും? എൻ്റെ പിതാവ് എന്നോ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. പക്ഷേ മക്കളുടെ വിഷയത്തിൽ പ്രാതിനിധ്യ തത്വം ശരിയായി വരികയാണെങ്കിൽ എൻ്റെ പിതാവ് ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര സ്വത്ത് കൊടുക്കേണ്ടി വരും എന്ന് കണക്കാക്കി അത് നീക്കി വെച്ച് പിതാവിൻ്റെ സ്വത്തിന് ആരൊക്കെ അവകാശികളുണ്ടോ അവർക്ക് മുഴുവൻ ഈ സ്വത്തിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ നോക്കിയാൽ പ്രാതിനിധ്യ തത്വം ഒരു സ്ഥലത്ത് മാത്രമായി പ്രായോഗികമാവൂല, എല്ലായിടത്തും പ്രായോഗികമാക്കേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ ഈ സ്വത്ത് വലിയൊരു സ്വത്തുള്ള ആള് സ്വത്ത് വിഭജിക്കാൻ നിന്നാൽ എല്ലാവർക്കും ഒരല്പം വീതം സ്വത്ത് കിട്ടുക എന്നല്ലാതെ ആർക്കും ഒന്നും കിട്ടൂല. കാരണം എല്ലാവരും ജീവിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അവർക്കുള്ള അവകാശികൾക്ക് മുഴുവൻ കൊടുക്കണ്ടേ? അപ്പൊ പിന്നെയും അതായിട്ട് അടുത്ത ചെയിൻ വരും. അതൊരിക്കലും പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഇസ്ലാം തികച്ചും മാനവികമായ ഒരു സംവിധാനം ഉണ്ടാക്കിയാണ് ചെയ്തത്. എന്താണ് ആ സംവിധാനം? എൻ്റെ മകൻ ഞാൻ ജീവിച്ചിരിക്കെ മരണപ്പെട്ടാൽ എൻ്റെ മകൻ്റെ മക്കളെ പോറ്റേണ്ട ഉത്തരവാദിത്തം ഇസ്ലാം എന്നിലാണ് ഭരമേൽപ്പിക്കുന്നത്. പ്രപിതാവിനാണ്, വല്ലിപ്പാക്കാണ്. നമ്മുടെ നാട്ടിലെ ഭാഷ ശൈലി അങ്ങനെയാണല്ലോ. വല്ലിപ്പാക്കാണ് മക്കളെ പോറ്റേണ്ട ഉത്തരവാദിത്തം മകൻ മരിച്ചു കഴിഞ്ഞാൽ.
അപ്പോ ഞാൻ പോറ്റുന്ന എൻ്റെ പേരക്കുട്ടികൾ, എൻ്റെ പൗത്രന്മാർ, അവർ ജീവിച്ചിരിക്കുന്നു. ഈ സമയത്ത് എനിക്കറിയാം ഇസ്ലാമിക തത്വപ്രകാരം അവർക്ക് സ്വത്തിന് അവകാശം ഉണ്ടാവുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ വേദന തീർക്കുവാൻ ആവശ്യമായ സംവിധാനം ചെയ്യേണ്ടത് എൻ്റെ ബാധ്യതയാണ്. എൻ്റെ സ്വത്തിൽ നിന്ന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും കൊടുക്കാൻ എനിക്ക് അവകാശമുണ്ട്. എങ്ങനെയും കൊടുക്കാം. ഇസ്ലാം ആ അവകാശത്തെ നിഷേധിക്കുന്നില്ല. എന്നാൽ അവിടെ നീതി വേണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ മരണപ്പെടുന്ന സമയത്ത് എൻ്റെ സ്വത്തിൻ്റെ 1/3 ഭാഗം എനിക്ക് വസിയ്യത്ത് എഴുതി വെക്കാം. ഇവിടെ ഇസ്ലാം വസിയ്യത്തിന്റെ വിഷയം പറഞ്ഞ പണ്ഡിതന്മാർ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ള കാര്യപാട്, വസിയ്യത്ത് ഇങ്ങനെ അർഹരായ ആളുകൾ, ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, സ്വത്തിന് അവകാശമില്ലാത്ത ആളുകൾ, ഈ രൂപത്തിൽ അവകാശമില്ലാതെ വരുന്ന ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വസിയ്യത്ത് എഴുതി വെക്കേണ്ടത് ഒരാളുടെ ബാധ്യതയാണ് എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ സ്വത്ത് അവകാശവുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങൾ, സ്വത്ത് ഓരോരുത്തർക്കും എത്ര വീതം കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് മുൻപ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വചനങ്ങൾ എന്താണ്? ഈ വസിയ്യത്തുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ്. വസിയ്യത്ത് നിർബന്ധമാണ് എന്നാണ് ആ വചനങ്ങളുടെ സാരം. പക്ഷേ വസിയ്യത്ത്, ഈ സ്വത്തവകാശം വുമായി ബന്ധപ്പെട്ട വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി ആ സ്വത്തവകാശികൾക്ക് പിന്നീട് വസിയ്യത്ത് ചെയ്യേണ്ടതില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇതേപോലെ പൗത്രന്റെ മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ദത്തെടുത്ത് വളർത്തിയ കുട്ടികളുണ്ടാവും. ദത്തെടുത്ത് വളർത്തിയ കുട്ടികൾക്ക് ഇസ്ലാം നേരിട്ട് സ്വത്തവകാശം നൽകുന്നില്ല. കാരണം ജൈവികമായി ഉള്ള അവകാശമാണ് ഇസ്ലാമികമായ വീക്ഷണത്തിൽ സ്വത്തിന് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ അങ്ങനെയുള്ള മക്കൾക്ക് നമ്മുടെ സ്വത്ത് അതിൽ അവർക്ക് എന്ത് നൽകാൻ പറ്റും? ഇതേപോലെ തന്നെ ഈ വസിയ്യത്ത് മൂലം അവർക്ക് നൽകാൻ കഴിയും. ഈ രൂപത്തിൽ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകളുടെ സംരക്ഷണത്തിന് വസിയ്യത്ത് നിയമമുണ്ടാക്കിയാണ് ഇസ്ലാം ചെയ്തത്. ഒരിക്കലും അവരെ വഴിയാധാരമാക്കി വിടണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചില്ല. മാത്രമല്ല, അവരോട് ഏറ്റവും സ്നേഹമുണ്ടാവുക ഈ പ്രപിതാവിന് തന്നെയായിരിക്കും. അവരെ പോറ്റിക്കൊണ്ടിരിക്കുന്ന, അവരുടെ ഉത്തരവാദിത്തമുള്ള ഈ വല്ലിപ്പാക്ക്, ആ വല്ലിപ്പ തീർച്ചയായും അവർക്ക് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ചെയ്തു വെക്കേണ്ടത് അയാളുടെ ബാധ്യതയാണ്. അയാളുടെ സ്വത്ത് അയാളുടെ മരണത്തിന് ശേഷം വസിയ്യത്തായി ഇന്ന മക്കൾക്ക്, ഇന്ന പേരക്കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് എഴുതി വെക്കുവാൻ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് ഇസ്ലാം ആ രംഗത്ത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? മാർഗമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇസ്ലാമികമായ നിയമത്തിന്റെ അടിത്തറ ഉൾക്കൊണ്ടുകൊണ്ട് പൗത്രന് സ്വത്തവകാശം നൽകുവാൻ ഒരു മാർഗവുമില്ല എന്നുള്ളതാണ് സത്യം. ആ മാർഗം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു മാർഗം മാത്രമാണ്, പ്രാതിനിധ്യത്തിന്റെ മാർഗം. പ്രാതിനിധ്യത്തിന്റെ മാർഗം ഉപയോഗിച്ചാൽ ഇസ്ലാമിക സ്വത്തവകാശ ക്രമത്തിന്റെ സകല സത്തയും നഷ്ടപ്പെട്ട് അവസാനം സ്വത്ത് ലഭിച്ച ആളുകൾക്കൊന്നും ഒന്നിനും കൊള്ളരുതാത്ത രീതിയിൽ വിഭജിക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷമാണ് ഉണ്ടാവുക. അതൊരിക്കലും ഇസ്ലാമിക സ്വത്തവകാശ നിയമം, അനന്തരാവകാശ നിയമവുമായി, അതിൻ്റെ ആത്മാവുമായി പൊരുത്തപ്പെടുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിയമം മൂലമല്ലാതെ ധാർമ്മികത മൂലം, ദൈവികമായ മാർഗനിർദ്ദേശം മൂലം ഈ പ്രശ്നം പരിഹരിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്.